വടകര അക്ലോത്ത് നട കനാലിലും പുത്തൂർ അറക്കിലാട് റോഡിലും കക്കൂസ് മാലിന്യം തള്ളിയ സംഘം പിടിയിൽ. കഴിഞ്ഞ ദിവസം രാത്രി മാലിന്യം തള്ളാനെത്തിയപ്പോഴാണ് നാട്ടുകാർ ഇവരെ പിടികൂടിയത്. രാമനാട്ടുകര സ്വദേശികളായ ഉമ്മർ, നൌഷാദ് എന്നിവരാണ് പിടിയിലായത്. ജീപ്പുമായി ആദ്യം എത്തുകയും സ്ഥലം നിരീക്ഷിച്ച് ആളില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ലോറിയിൽ കൊണ്ടുവന്ന മാലിന്യം തള്ളുകയുമാണ് ചെയ്യുന്നത്. പരിസരത്ത് നിന്നും ജീപ്പ് കറങ്ങി കളിക്കുന്നത് നാട്ടുകാർ CCTV പരിശോധിച്ച് കണ്ടെത്തിയിരുന്നു. പുലർച്ചെ 1:45 മാലിന്യവുമായി എത്തിയ വാഹനത്തെ നാട്ടുകാർ തടഞ്ഞു. എന്നാൽ ഇവരെ തട്ടിമാറ്റി വാഹനവുമായി സംഘം പോവുകയായിരുന്നു. മാലിന്യ ലോറിക്ക് അകമ്പടിയായി എത്തിയ ജീപ്പിനെ നാട്ടുകാർ പിന്തുടർന്ന് നാദാപുരത്ത് വച്ച് പിടികൂടി. തുടർന്ന് പിടിയിലായ സംഘത്തെ കൊണ്ട് വിളിപ്പിച്ച ടാങ്കർ ലോറിയും പോലീസിൽ എത്തിക്കുകയായിരുന്നു. നാദാപുരം സ്റ്റേഷനിൽ നിന്ന് വാഹനവും പ്രതികളെയും വടകര സ്റ്റേഷനിലെത്തിച്ചു. ടാങ്കർ ലോറിയാണെന്ന് തിരിച്ചറിയാതിരിക്കാൻ ടാർപോളിൻ ഉപയോഗിച്ച് സാധാരണ ലോറിയുടെ രൂപത്തിലാക്കിയാണ് മാലിന്യം തള്ളാൻ സംഘം എത്തിയത്. ഇന്നലെ രാത്രി 1:45 മണിയോട് കൂടി മാലിന്യവും കയറ്റി വന്ന ലോറി ടാങ്കർ ലോറിയാ എന്ന് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി ടാർപോളിൻ കൊണ്ട് കെട്ടി അതൊരു സാധാരണ ലോറിയാക്കി മാറ്റിയതിന് ശേഷമാണ് ഇവർ ഈ മാലിന്യം തള്ളുന്നത്. അങ്ങനെ ഇന്നലെ 1:45 മണിക്ക് ഇത് തള്ളുന്ന സമയത്ത് തൊട്ട അയൽവാസിയായ മുസ്തഫ എന്ന് പറയുന്ന ആൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി വരികയും വണ്ടി തടയുകയുമാണ് ഉണ്ടായത്. എന്നാൽ അദ്ദേഹത്തെ തട്ടിമാറ്റിക്കൊണ്ട് വണ്ടി പോവുകയും ചെയ്തു. അതിന് പിന്നാലെ വന്ന ഈ മാലിന്യം കയറ്റി വന്ന വണ്ടിക്ക് എസ്കോട്ടായിട്ടൊരു വണ്ടി വന്നിട്ടുണ്ട്, ജീപ്പ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ജീപ്പിൻ്റെ പിന്തുടർന്ന നാദാപുരത്തു നിന്നാണ് ആ ജീപ്പ് പിടിക്കപ്പെടുന്നത്. നാദാപുരത്ത് നിന്ന് പിടിക്കപ്പെടുകയും പോലീസ് സ്റ്റേഷനിൽ ഈ ജീപ്പും അതുപോലെ തന്നെ ജീപ്പിലുണ്ടായിരുന്ന 2 പേരെയും പോലീസ് സ്റ്റേഷനിൽ പിടികൂടി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ആ ജീപ്പിലുണ്ടായിരുന്നവർ വിളിച്ച് ടാങ്കർ ലോറിക്കാരോട് വിവരം അറിയിച്ചു. ആദ്യം അവരെ നിഷേധിച്ചു, ഞങ്ങൾ എസ്കോട്ട് വന്നതല്ല എന്ന്. പിന്നീട് അവർ കുറ്റസംഭവം നടത്തി. ഞങ്ങൾ സ്ഥിരമായിട്ട് ഇത് തട്ടുന്ന ആൾ തന്നെയാണ്, ഞങ്ങളിപ്പോൾ ടാങ്കർ വണ്ടിക്കാരെ വിളിച്ച് പറയുക എന്ന് പറഞ്ഞു. ടാങ്കർ വണ്ടി ഡ്രൈവറെ വിളിച്ച് പറഞ്ഞു, വണ്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ടാങ്കർ ലോറി ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി എത്തിച്ചിട്ടുണ്ട്.